എൻ്റെ ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് കോമൺ ആയിട്ട് കിട്ടാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഹെയർ വാഷിൻ്റെ കാര്യമാണ്. ഹെയർ നമുക്കൊരു 2 ദിവസം കൂടുമ്പോൾ കഴുകാം. ഞാനൊരു 2-3 ദിവസം കൂടുമ്പോഴാണ് കഴുകാറ്. ഓയിൽ യൂസ് ചെയ്യാറില്ല, അതുപോലെ തന്നെ വെള്ളം മാത്രം യൂസ് ചെയ്ത് മുടി കഴുകാറില്ല. എപ്പോഴും ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ മുടി കഴുകുക. അതുപോലെ ഒരു 2 മാസം കൂടുമ്പോൾ പ്രോട്ടീൻ സ്പാ ചെയ്യുന്നത് മുടിക്ക് നല്ലതായിരിക്കും. അടുത്ത ചോദ്യമാണ് ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഉണ്ട്. പക്ഷെ ഒരു ഭീകരമായ ഹെയർ ഫോൾ ഒന്നും അല്ല. മാത്രമല്ല എനിക്ക് ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പേയും ഹെയർ ഫോൾ ഉണ്ട്. അപ്പം ഇതുകൊണ്ട് വന്നതാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് നമുക്ക് നിലത്ത് വീണ് കിടക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സോ യെസ്, ചെറുതായിട്ടൊക്കെ ഹെയർ ഫോൾ ഉണ്ട്. അടുത്ത ചോദ്യം മുടി വളർന്നോ എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ചുരുണ്ട മുടി കുറച്ച് വലിച്ച് നീട്ടി കഴിയുമ്പോഴത്തേക്കിനും നീളമുള്ള പോലെ തോന്നും. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട്. 3 മാസത്തിന് ശേഷം നോക്കുമ്പോഴും എനിക്ക് മുടി കുറച്ചും കൂടി നീളം വെച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷേ അഗെയിൻ അതും ബോട്ടോക്സ് ചെയ്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുടി സാധാരണ വളരുന്ന പോലെ വളർന്നതായിരിക്കും. പക്ഷേ യെസ്, കുറച്ച് നീളം വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് മുടിയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ മുടി കണ്ടാൽ അറിയാം. ഏകദേശം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള പോലെ തന്നെയാണ് ഇപ്പോഴും മുടി ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി വളർന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുറുനിരകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മുടി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യാം. ബൈ.